കേരളത്തിലെ ബാർക്കോഴ കത്തുവാണ് ഇഷ്യൂ. ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്തില്ല. ചെയ്യാതിരുന്നതിൻ്റെ കാരണം കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രം പ്രതികരിക്കാം. അതിൻ്റെ പേരിലാണ് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാതിരുന്നത്. ഇപ്പോൾ ചില ആൾക്കാരോടും പ്രത്യേകിച്ച് CPMൻ്റെ പാർട്ടി നേതാക്കളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അതായത് ഈ ബാർക്കോഴയുടെ ഇടപാടിലെ കിങ് പിൻ, അതായത് മുഖ്യപ്രതി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസും മാത്രമാണ്. പിന്നീട് റിയാസ് എന്ന് പറയുന്ന ടൂറിസം മന്ത്രി. അപ്പം ഒരു CPMൻ്റെ നേതാവ് പറഞ്ഞത്, വളരെ സീനിയർ നേതാവ് പറഞ്ഞത്, ഇന്ന് കേരളം ഭരിക്കുന്നവരിൽ മന്ത്രിമാരിൽ 2 പേർക്ക് മാത്രമേ ഉള്ളൂ പവർ. ഒന്ന് മുഖ്യമന്ത്രിക്കും ഒന്ന് റിയാസിനും. ബാക്കിയുള്ള CPMൻ്റെ മന്ത്രിമാരാണെങ്കിലും ഘടകകക്ഷികളുടെ മന്ത്രിമാരാണെങ്കിലും എല്ലാവർക്കും ഒരു കാറൊക്കെ കൊടുത്തിട്ടുണ്ട്, പേഴ്സണൽ സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പിയൂണിനെ പോലും മാറ്റുവാൻ കഴിയില്ല. അവിടെ പോലും എഞ്ചിനീയർ ആണെങ്കിലും പിയൂണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെയെല്ലാം പാർട്ടിയും പാർട്ടിയുടെ ആൾക്കാരും CITയും സംഘടന ഇടപെട്ട് എല്ലാം ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാസ്സാക്കി കൊടുക്കുന്നു. ഇനി നോക്കുക, എങ്ങനെയാണ് റിയാസിനെ കൊണ്ട് ഇടപെടിച്ചതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെയാണ്. അപ്പം മുഹമ്മദ് റിയാസിനെ കേരളത്തിൽ ഈ ഭരിക്കുന്ന പാർട്ടികൾക്കും പൊളിറ്റിക്കൽ പാർട്ടികളിലെ ഏറ്റവും വലിയ ഫണ്ടിങ് ആയ ബാറുകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം. അതായത് ഈ ബാറിൻ്റെ ഉടമകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ടൂറിസം ആവശ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഡ്രൈ ഡേ ഒഴിപ്പിക്കുക അതിൻ്റെ ഈ സംഭവത്തിലേക്ക് വരുന്നത്. മനസ്സിലാക്കണം, ഈ മരുമകനെ ഈ പല പവറിലോട്ട്, പണമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, അതിലേക്ക് കയറ്റുക. കാരണം ഈ ബാറിൻ്റെ ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുക. അടുത്ത മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനപ്പെട്ട പോസ്റ്റിൽ വരുവാണെങ്കിലും, കാരണം ഈ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള നേരിട്ട് ബന്ധം, അവർക്ക് വേണ്ടി നയം മാറ്റി കൊടുക്കുക. അല്ലാതെ ഇതിനകത്ത് ഞാൻ MP രാജേഷിനെ പൂർണ്ണമായിട്ടും വിട്ടിരിക്കും. കാരണം അയാൾക്കിത് റോളൊന്നുമില്ല. അയാൾ ചുമ്മാ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കഴിവില്ലാത്തൊരാളാണ്. കാരണം ഈ വള വാചകം അടിക്കുന്നു, ബുദ്ധിജീവി എന്ന സംഭവമൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ പാർട്ടിക്കകത്ത് നടക്കുന്നത്, ഈ ഭരണത്തിൽ നടക്കുന്നതുമായിട്ട് രാജേഷിനൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. മറ്റുള്ള പല മന്ത്രിമാർക്കും അങ്ങനെ തന്നെയാണ്. അതാണ് ഒരു പോയിന്റ്. CPMൻ്റെ നേതാവ് പറഞ്ഞത്, ഒരു പിയൂണിനെ പോലും മാറ്റുവാനുള്ള അധികാരം മന്ത്രിമാർക്കില്ല. കാറ് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് കാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ പൊയ്ക്കുവാണ്, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരള സ്റ്റേറ്റിൻ്റെ ഈ സംഭവം താപ്പോട്ട് പോകുന്നത്. മന്ത്രിമാർക്ക് പവറില്ല. ഇനി അടുത്ത പോയിന്റ്, ഈ ബാർ ഉടമകളെ കൊണ്ട് ഇത് ചെയ്യിച്ചതിൻ്റെ ഈ ബാർ ഉടമകൾക്ക് ഇതിൻ്റെ ലാഭം എന്താണ്? ഇപ്പം ഒരു വർഷം 12 ദിവസം 1-ാം തീയതി ഡ്രൈ ഡേ. അതായത് ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗാന്ധി ജയന്തി, കന്നിമാസം 5-ാം തീയതി, ശ്രീനാരായണ ഗുരു ജയന്തി, അങ്ങനെ പല ദിവസങ്ങളുണ്ട്, ദുഃഖവെള്ളിയാഴ്ച. ഇവിടൊക്കെ ഡ്രൈ ഡേ ആണ്. അതായത് ഒരു വർഷം 30ഓളം ദിവസങ്ങളിൽ ഈ ബാറിന് കച്ചവടമില്ല. ഒരു ആവറേജ്, ഒരു ബാറുകാരൻ പറഞ്ഞ കണക്കാണ്, ആവറേജ് ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. ഈ അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ കച്ചവടം 2 മുതൽ 5 ലക്ഷം വരെ കൂടാം. അതായത് 1-ാം തീയതിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. അപ്പം അങ്ങനെ മാറ്റുന്ന സമയത്ത് ഇപ്പം 60 മുതൽ 1 കോടി രൂപ വരെ ലാഭം കിട്ടുക. കാരണം ഒരു മാസം കച്ചവടം നടക്കുവാന്ന് വിചാരിക്കുക. അതിനകത്ത് 50 ലക്ഷം ഒഴികെ മറ്റേ 50 ലക്ഷം ഇവരുടെ ലാഭമാണ്. അതായത് ബാറുകാരൻ്റെ ലാഭമാണ്. അത് നിങ്ങൾ ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ആവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ഡ്രൈ ഡേ മാറ്റുമ്പോൾ അവർക്ക് ലാഭമാണ്. അവർക്ക് ഒരു വർഷം അത് 50 ലക്ഷം രൂപയോളം ലാഭം കിട്ടുകയാണ്. ഇതാണ് സിമ്പിൾ കച്ചവടം.
ഇതാണ് ബാറുകാരൻ്റെ നിന്ന് മേടിക്കുന്ന സിമ്പിൾ കച്ചവടം. ഇതാണ് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയും റിയാസും കൂടെ അറിഞ്ഞ് ചെയ്ത പരിപാടി. ഇതാണ് പോളിസി മാറ്റാൻ വേണ്ടി പണം കൊടുത്തതിൻ്റെ പിറകിലുള്ള കളി. ഇനി രണ്ടാമത്, ഈ ബിവറേജസ് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എക്സൈസും പാർട്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉണ്ടാക്കുന്ന മറ്റൊരു പണമുണ്ട്. അത് എല്ലാ മന്ത്രിമാരും വന്നു കഴിഞ്ഞാൽ, മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പിറകിലുള്ളത്. ഇപ്പം ബിവറേജസിൽ നിന്നാണ് ഈ ബാറുകാരൻ അവിടുന്ന് മദ്യം എടുക്കുന്നത്. അപ്പം അവർ ഈ പറയുന്ന കാലയെ പിടിച്ച് ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ എംപാനൽ ചെയ്യും. പക്ഷെ അവരുടെ നിന്ന് ഗവൺമെൻറ് അത് ഓർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കിമ്പളം, അതായത് രാഷ്ട്രീയക്കാർക്കും ഭരിക്കുന്നവർക്കും പണം കൊടുക്കണം. അതും മറ്റൊരു വലിയ ഹ്യൂജ് ഇല്ലീഗലാണ് അങ്ങോട്ട് പോകുന്നത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പോളിസി, മദ്യത്തിൻ്റെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കേജ്രിവാളിൻ്റെയും കൂട്ടരുടെയും ഗെയിം എന്തുവായിരുന്നു? അവർക്ക് അനുകൂലമായിട്ട് പോളിസി മാറ്റി കൊടുത്തു. ഇവിടെ മുഖ്യമന്ത്രിയും മരുമകനും CPM-ഉം ചേർന്ന് ചെയ്ത പവർ ഗെയിം എന്ന് പറയുന്നത് പണം വാങ്ങിക്കൊണ്ട് പോളിസി മാറ്റുക. ഇതാണ് സംഭവം. ഇവിടെ ക്രൈംബ്രാഞ്ചൊന്നും അല്ല അന്വേഷിക്കേണ്ടത്. അതായത് കള്ളം ചെയ്ത് ഞാൻ എന്നെപ്പറ്റി തന്നെ അന്വേഷിക്കുന്നു. എന്താ സംഭവം? ഇതാണ് ഗെയിം. ഇത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ച് മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാണ്, കിങ് പിന്നാണ് ഇതിൻ്റെ പിറകിൽ. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത് മുഴുവനും നടന്നിരിക്കുന്നത്. അത് റിയാസിനെ അവിടെ പിടിച്ചിട്ടേക്കുവാണ്. കാരണം റിയാസിനെ പവർഫുൾ ആക്കാൻ വേണ്ടി അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെക്കമെൻഡേഷനായിട്ട് പോകുന്നു. സംഭവം സിമ്പിൾ ഗെയിമായിട്ടാണ് മുഖ്യമന്ത്രി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ ഫോർകാസ്റ്റ് ചെയ്ത് റിയാസിനെ കൊണ്ടുവരാൻ വേണ്ടി ഫിനാൻഷ്യൽ ആളുകളുമായിട്ട്, ഇല്ലീഗലായിട്ട് പണം കിട്ടുന്നവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ. കാരണം റിയാസ് മുഖാന്തരമാണ് ഈ നയം നിങ്ങൾക്ക് കിട്ടിയത്. ആ മിനിസ്ട്രി കൂടാണ് ഇത് വന്നേക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് ക്ലിയർ. ഇത് പാർട്ടിക്കാർക്കൊക്കെ അറിയാം. CPM-ലുള്ള പാർട്ടിക്കാർക്ക്, നേതാക്കൾക്കൊക്കെ അറിയാം. മുഖ്യമന്ത്രി റിയാസിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്ത സംഭവമാണ്. ഒരു കാര്യം പറയാം, ഞാനൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ അഴിമതിക്കാരനല്ല എന്ന്. ഞാൻ പിന്നീട് അത് മാറ്റി പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം പറയാം, കേരളത്തിലെ അഴിമതിയുടെ രാജാവാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ഈ പാർട്ടിക്കാരനും. അയാൾ ഈ പാർട്ടിയെ പൂർണ്ണമായിട്ട് അഴിമതിയിലങ്ങ് നശിപ്പിച്ചേക്കുകയാണ്. എവിടുന്നാണ് പണം കിട്ടുന്നത്? അയാളും അയാളുടെ കുടുംബവും ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ ഇത്രയും മോശമായ രീതിയിലാക്കിയെടുത്തു. അയാൾ കേരളത്തിന് കൊടുത്ത സംഭാവനയാണ്. ഒന്നാമത് അയാൾ തന്നെ പറയുന്ന ആൾ ഒരു ഗുണ്ടയാണെന്ന് പറയുന്നു. അതിനേക്കാളുപരി പല ഘട്ടങ്ങളിലായിട്ട് പ്രൂവ് ചെയ്തു നല്ലൊരു അഴിമതിക്കാരനാണ്. ഈ അഴിമതിയും അത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കാത്തലിക്സിലെ ചില അച്ഛന്മാരും ബിഷപ്പും ഈ മുഖ്യമന്ത്രി പിണറായി ഗവൺമെൻറ്റിൻ്റെ മദ്യനയത്തിനെതിരെ പറഞ്ഞു. ഇതിൻ്റെ ഒരു അൺഹോളി നെക്സസ് ആണ്, അവിശുദ്ധമായ ബന്ധമാണ് ഗവൺമെൻറ്റുമായിട്ട്. എന്തിനാണെന്നറിയാമോ? ഈ പറയുന്ന കാത്തലിക്സിൻ്റെ ഈ അച്ഛന്മാർ പറയുമ്പോൾ വീണ്ടും പ്രഷർ വരും. അത് പബ്ലിക്കിലും വരും. ഈ പ്രഷർ വന്നിട്ട് വീണ്ടും ഇവരുടെ ബാറുകാരൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ പണം വാങ്ങി ബാറുകാരന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് ആക്കി തീർക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ. അതായത് മനസ്സിലാക്കുക, 1% പോലും എലക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ എലക്ട് ചെയ്തെടുത്ത മുഖ്യമന്ത്രിയും കൂട്ടർക്കും ജനങ്ങളോട് 1% പോലും പ്രതിബദ്ധതയില്ല. കേരളത്തിലാണെങ്കിൽ ജനങ്ങളുടെ 5 പൈസയില്ല. എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും എല്ലാം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കവും പ്രളയവും പ്രശ്നവും, പക്ഷെ ഒരു ഭാഗത്ത് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റും പാർട്ടിയും പിണറായി വിജയനും കുടുംബവും അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഇനി ഇതിനെ എതിർക്കുന്ന കോൺഗ്രസ് പാർട്ടി ആകട്ടെ ഏറ്റവും ബഹുകേമം. ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞ VD സതീശൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി എന്ന് പറയാൻ തുനിയാഞ്ഞത്? അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇയാൾ പറഞ്ഞു റിയാസാണ്, രാജേഷാണ്. അങ്ങാർക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയാതെ ഇതൊന്നും നടക്കില്ല. അപ്പം മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതായത് കേരളം കണ്ട ഏറ്റവും തരം താഴുന്ന അഴിമതിക്കാരൻ, ഗുണ്ട ലീഡർ, ആ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടി. അതാണ് പിണറായി വിജയൻ.